ഇത് നല്ലൂർ ഗ്രാമം. ഒരുപക്ഷെ നല്ല ഊര് എന്ന നാമം ചുരുങ്ങിയാവാം നല്ലൂരായി മാറിയത്. ഇന്നീ ഗ്രാമം കേരള ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല ഗ്രാമത്തിനുള്ള അവാർഡിന് അർഹമായിരിക്കുകയാണ്. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഒന്നിനൊന്നു മുകളിലാണ് ഈ ഗ്രാമം. മാത്രമല്ല, കേരളത്തിലെ ആദ്യത്തെ ഹർത്താൽ രഹിത ഗ്രാമം എന്ന അപൂർവ നേട്ടവും നല്ലൂരിന് സ്വന്തം. ഇതിന്റെയൊക്കെ വിജയത്തിന് ചുക്കാൻ പിടിച്ച ഒരുപറ്റ യുവാക്കൾ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അതിന്റെ വിജയരഹസ്യം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഞങ്ങൾ ഈ നാടിൻ്റെ കണ്ണിലെ കരടായിരുന്നൊരു കാലുണ്ടായിരുന്നു. ചില തെറ്റുകൾ വലിയ ശരിയുടെ തുടക്കമാവാം. നമുക്ക് ആ ഭൂതകാലത്തിലേക്കൊന്ന് പോവാം. ജയ, ഒരു ചായ. ജില്ലയിൽ നാളെ ഹർത്താൽ. എല്ലാം നാട്ടാ കഴിഞ്ഞ ആഴ്ചയല്ലോ ഒന്ന് കഴിഞ്ഞ്. ഇതാരിപ്പോ പുതിയ? ഇത് കഴിഞ്ഞ മാസം അങ്ങ് പുതിയ പാർട്ടി ഉണ്ടാക്കിയില്ലേ, ഓരതാ. നിങ്ങളൊന്ന് ഫുള്ള് വായിച്ചാട്ടെ. DNCയുടെ സംസ്ഥാന നേതാവ് ജില്ലയിൽ വന്ന വാഹനത്തിന്റെ ടയറിൽ ആണി കയറ്റി അപകടമുണ്ടാക്കി രാഷ്ട്രീയ പ്രതിയോഗികൾ കൊല്ലാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് ഹർത്താൽ. ഓ, നമ്മളെ നാട്ടിൽ അണിയല്ല, ആണി വിചാരിച്ചാലും മറ്റേ നടക്കും. എന്ത് ഹർത്താല്? ഇതാ വരുന്ന് ഓരോ നേതാവാന്ന് പറഞ്ഞ് നടക്കുന്ന സുഖു ഓൻ്റെ ചങ്ങായിമാരും. എൻ്റെ അറിവില് ഓൻ്റെ 4ാമത്തെ പാർട്ടി ആയത് ഓരോരോ കുരിപ്പുകൾ. അല്ല സുഖേട്ടാ, നമ്മളെ നേതാവിന്റെ കാറിന്റെ ടയറിൽ ആണി കയറിയ മെഞ്ഞാന്നല്ലേ? അങ്ങനെയാണ് ഹർത്താൽ വേണ്ടത്, ഇന്നലല്ലേ? എടാ, ഇന്നലെ നമ്മളെ ജില്ലാ നേതാവിന്റെ മോളെ കല്യാണ നിശ്ചയമില്ലായിരുന്നു. അപ്പൊ ഞമ്മക്ക് എന്നെ ഹർത്താൽ നടത്താൻ പറ്റുമോ? എന്നാ പിന്നെ മറ്റന്നാളത്തെ മാറ്റാൻ പറ്റുമോ? എന്തിനാണ്ടാ? അല്ല, നമ്മളെ ശശിയുടെ മോളെ മംഗലപ്പതാളാ. ശശി? എനിക്ക് ശശിന്റെ മോളെ മംഗലോ വലുത് പാർട്ടിയോ വലുത്? അത് മംഗല. അല്ല, പാർട്ടിയോ വലുത്? പാർട്ടിയുടെ നയം എന്താണെന്നറിയോ എനിക്ക്? എന്നാ സുഖോട്ടം പറ. അജയ്, ഇനി ക്ഷണിക്കാത്തോട്ട് ഇലടാൻ വരണ്ട. അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി തൽക്കാലം എനിക്കായിട്ടില്ല. അതൊക്കെ പോട്ടെ, ഈ മുറാദ് ഒപ്പിച്ചോ? നേതാവാന്ന് പറഞ്ഞിടക്ക് ഇങ്ങളും ബീവറേജിൽ പോയി ക്യൂ നിന്ന് മുറാതൊപ്പിക്കാൻ ഞാനുമാ. അച്ഛന്റെ കുറിന്റെ പൈസയാ. ആ പൈസ തരണ്ടേ ഒരു തുള്ളി ഞാൻ ആർക്കും തരൂല. അജയ്, ഇനി എനിക്ക് തരുന്നത് വെറും കള്ളല്ല, അതൊരു ഗുരുദക്ഷിണയും കൂടെ. ഇവിടുത്തെ നാളത്തെ നേതാവാരാ? ഇനിയാ. അപ്പൊ കുറച്ച് ത്യാഗമൊക്കെ സഹിക്കേണ്ടി വരും. നിങ്ങൾ വാ, ഇത് നമ്മുടെ പാർട്ടിന്റെ ആദ്യത്തെ ഹർത്താലാ. നമുക്കിത് പൊളിച്ചടക്കണം. നമുക്കിത് പൊളിച്ചടുക്കണം. വാ, ഇവിടെ കയറാം. ഈ നോട്ടിന്റെ അവസ്ഥ മാതിരി തന്നെ ഈ നാടിന്റെ അവസ്ഥയും വരുന്നുണ്ട് ശാപങ്ങൾ. നാരനേട്ടാ, ആ ലോഗി അടന്നോട്ടെ. ജയ, കുറച്ച് സാധനങ്ങൾ ലിസ്റ്റാ. ഓള് വരും, ഇനി അങ്ങ് കൊടുത്തേക്കണം. ഇതാ മോനെ കുറച്ച്. എല്ലാ സുഖു ഇതിന്റെ പൈസ. നാളെ ഹർത്താലല്ല ജയ, അല്ലാണ്ട് ലോകാവസാനൊന്നും അല്ലല്ലോ. എല്ലാവർക്കും ഓരോ നാരങ്ങ സോഡ എടുക്ക്. നാളെ ഒരുപാട് പണിയാള. ഏടാ, ഉപ്പൊട്ടും കുറക്കണ്ടാ. ഓ, സുഖേട്ടാ, നമ്മളെ ഹർത്താൽ ഭയങ്കര വിജയം തോന്നുന്നു കേട്ടാ. ഒരൊറ്റ വണ്ടി പോലും കാണുന്നില്ലല്ലോ. ദേ, നമ്മളെ പാർട്ടിന്റെ ഹർത്താലാ. ഒരു കുഞ്ഞം പുറത്തിറങ്ങൂല. എന്റെ അപ്പാ, ഒരേറ വരുന്നുണ്ടാ. ഇങ്ങോട്ട് വാടാ. പോലടാ. നിങ്ങൾ കയറി പെരുമാറിക്കടാ, ഞാനുണ്ട് കൂടെ. തടഞ്ഞു വെക്കടാ മോനെ. ഞമ്മളെ ഹർത്താൽ ഇനി എങ്ങോട്ടാടാ? ഓ, അച്ഛനെ വിളിക്കാൻ കണ്ടൊരു നേരം. ഞാൻ ഹോസ്പിറ്റലിലേക്കാണ്. ദയവേത് എന്നെ ഒന്ന് വിടണം. അജി, പ്ലീസ് പാസ്സാക്കിക്കോ. നിന്റെ ഒരു ഹോസ്പിറ്റല് ശരിയാക്കുന്നുണ്ട് ഞാൻ നിന്നെ. ആരെ ഹർത്താലിനും പുറത്തിറങ്ങിക്കോ.
ഞമ്മളെ ഹർത്താലിന് പുറത്തിറങ്ങിയാണ്ടല്ലോ കേട്ടാ. അച്ഛനാ കുറിന്റെ പൈസ അടച്ചെന്ന് വെച്ചിട്ടുള്ള വിളിയാ പണ്ടാരം. ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ട് വരുന്നു. ആ ബാ മോനെ ബാ ബാ കുട്ടാ വാ നിക്കടാ ഡാ ഡാ. ആ ഒരുത്തനും കൂടി വരുന്നുണ്ട്. വാ മോനെ പിടിക്ക് പിടിക്ക് പിടിക്കേ. എക്സാം എഴുതാൻ പോവാ. ഇപ്പൊ പോയില്ലേ ട്രെയിൻ മിസ്സാവും. ദേവി അത് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഞങ്ങളൊക്കെ അങ്ങനെ ഊമ്പിച്ചിരുന്ന് ഈ പരീക്ഷ എഴുതാൻ പോണ്ടാ നായേ. അജയ് നീ ആ ഫോൺ അടിക്കണ ആരാ നോക്ക്. ഇത് അച്ഛനാ. കുറിന്റെ പൈസ ഞാൻ കൊടുത്തോളാ. എനിക്കെന്താ പറ്റിയേ? നിന്റെ ആരെങ്കിലും ചത്ത? എന്നെ ഒന്ന് ടൗണിൽ ഇറക്കി തരാവോ? ഓ കേറിക്കോ. അല്ല ഇവനെന്തോളി പറ്റിയേ? അമ്മ എവിടെ? ദാ ഈ മരുന്നൊന്ന് വേഗം വാങ്ങിയിട്ട് വാ. ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ കഴിഞ്ഞു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മടാ കാഷ്വാലിറ്റിയിലായിരിക്കും. ഒരുപാട് നന്ദിയുണ്ട്. നന്ദി എന്നോടല്ല, ഡോക്ടറോടാ പറയേണ്ടത്. ഡോക്ടർ എവിടെയുള്ളത്? ഡോക്ടർ കാഷ്വാലിറ്റിയിലാ ഉള്ളത്. ഡോക്ടർ എവിടെയാ? ഡോക്ടർ കാഷ്വാലിറ്റിയിലാ. ഇവിടെ ഇരുന്നാ മതി. ഡോക്ടർ ഡ്രസ് ചെയ്യുന്ന ഇപ്പൊ വരും. ഒരുപാട് നന്ദിയുണ്ട് സാർ. അതെന്റെ അമ്മയാണ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. സാറേ ആളറിയേണ്ട പറ്റിപ്പോയതാ, പൊറുക്കണം. ഏയ് അത് കുഴപ്പമില്ല. ഓക്കെ സർ, ബോംബെയിൽ പരിക്കുപറ്റി ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്പം സീരിയസ് ആണ്, പെട്ടെന്ന് വരണം. ശരി ശരി. ഇവിടെ ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിരിക്കും. ഇനിയൊരിക്കലും തിന്മയുടെ ലോകത്തേക്ക് ഞങ്ങളില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചറിവിൻ്റെ കാഴ്ച ലഭിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് മുമ്പിൽ നന്മയുടെ ലോകം മാത്രം.